ഫെബ്രുവരി 7-ന് വാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിനി ആർട്ടിസ്റ്റും സാംസ്കാരിക പ്രഭാഷകയുമായ ഗായത്രി വർഷ സംസാരിക്കുന്നു. അങ്ങോട്ട് മാത്രമേ നമുക്ക് എത്താൻ പറ്റുന്നുള്ളൂ എന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തും. ഗുരുവാണ് പറഞ്ഞത്, മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇതിനപ്പുറത്തേക്ക് എന്താണ് ഫാസിസത്തിന് സാംസ്കാരിക ബദൽ? ഇതിനപ്പുറത്തേക്ക് എന്താണ് സാംസ്കാരിക ബദൽ? ഇതാണ് സാമൂഹ്യ മാനവിക പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ശബ്ദമായിട്ട് ഈ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത് അവിടെയാണ്. നമ്മളിത് മറന്നു വെക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ജാതി ഉണ്ടായത് എന്നപ്പോ ചോദിക്കും. എന്താണ് ജാതി? മതത്തിന്റെ പിരിവുകൾ അല്ലെങ്കിൽ പിന്നെ എന്താണ് ജാതി? കുറെ പേര് 75,000 വർഷം മുമ്പ്, അന്ന് നമ്മളെ പോലെ പരിഷ്കൃതരായ ജനങ്ങളല്ല, കുറെ നായാടികൾ ഭക്ഷണം തേടി വന്നു. ഭക്ഷണം തേടി സിന്ധു നദീതടങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണും ആ മണ്ണിലുള്ള ഏറ്റവും സുന്ദരവും ഫലഭൂയിഷ്ടവുമായിട്ടുള്ള ഫലമൂലാദികളും ഭക്ഷിച്ചു. നല്ല എനർജി കിട്ടി, നല്ല വെള്ളം, നല്ല കുളിരുള്ള വെള്ളം, കുടിക്കാൻ സുഖമുണ്ട്, ജീവൻ ഉണ്ടാവുന്നുണ്ട്. അവരുടെ പുറം രാജ്യങ്ങളിൽ നിന്ന് കർഷകർ ഫലഭൂയിഷ്ടമായി ഈ മണ്ണിൽ ഇതേ ഫലമൂലാദികൾ കൃഷി ചെയ്യുന്നതിനെത്തി. അതൊരു സംഘടിതമായ കാർഷിക വളർച്ചയിലൊക്കെ വന്നു. ഇതിന് പിന്നാലെ ആ ഫലഭൂയിഷ്ടമായ നാട്ടിൽ വിളയുന്ന നല്ല കൃഷിയും അതിന്റെ വലിയ വളർച്ചയും അതിന്റെ വലിയ സാധ്യതകൾ മനസ്സിലാക്കി ട്രേഡ് ഇങ്ങോട്ട് വന്നു. അങ്ങനെ പലതും വന്നാൽ നിങ്ങൾക്കറിയാം, ചരിത്രം അറിയാം. നമുക്ക് എന്തായാലും അലോഷ്യം 9 മണിക്ക് വേദിയിൽ കയറ്റേണ്ടതുകൊണ്ട് ഞാൻ വിശദമായിട്ട് അത് പറയുന്നില്ല. അങ്ങനെ പലരും വന്നു. പുരാതന ഗ്രീക്ക് മുതൽ ആധുനിക ലോകം അസ്തമിക്കാത്ത, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിന്റെ സാമ്രാജ്യത്വവുമായിട്ട്, കോളനി ഭരണവുമായിട്ട് ബ്രിട്ടീഷുകാരൻ വരെ വന്നു. ഈ വന്നവരുടെയൊക്കെ കോൺകർ ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചു. അധികാര ഇടങ്ങളിലേക്ക് വളർന്ന ചരിത്രം നമ്മൾ പഠിച്ചു. പ്രാചീന ഇന്ത്യയിലും മധ്യകാല ഇന്ത്യയിലും മുഗൾ വംശത്തിന്റെ ഭരണം നേതൃത്വം കൊടുത്ത മധ്യകാല ഇന്ത്യയും എല്ലാം നമ്മൾ ഇന്ന് വംശീയമായി ചേരി തിരിച്ചു നിർത്തി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകുന്ന ഫാസിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ ഇടയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ കേട്ടു, പ്രാചീന ഇന്ത്യ മുസ്ലിമിന്റെ, പ്രാചീന ഇന്ത്യ ഹിന്ദുവിന്റെ, മധ്യകാല മുസ്ലിമിന്റെ, ആധുനിക ഇന്ത്യയിൽ കൊളോണിയൽ അധിനിവേശത്തിലൊക്കെ വന്നു എന്ന് പറയുന്ന ചരിത്രം വരെ നമ്മൾ പഠിച്ചു. ഇവിടെ കോൺക്രീറ്റ് ചെയ്ത എല്ലാ രാജാക്കന്മാരും നടത്തിയ യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അധികാരം നടത്തിയവരുടെ പ്രണയത്തെ കുറിച്ച് പഠിച്ചു. മുന്തസിനെയും ഷാജഹാനെയും കുറിച്ച് പഠിച്ചു. അവരുടെയൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളും ഭക്ഷണവും രീതിയും എല്ലാം നമ്മൾ പഠിച്ചു, അറിഞ്ഞു. പക്ഷേ സാധാരണക്കാരായിട്ട് ഈ നാട്ടിലേക്ക് വന്നവർ, സാധാരണ കൃഷി ചെയ്യാൻ വന്നവർ, സാധാരണ കച്ചവടം ചെയ്യാൻ വന്നവർ, സാധാരണക്കാരായിട്ട് വന്നവർ ഈ നാട്ടിലെ ആരോഗ്യമുള്ള മണ്ണിൽ ആരോഗ്യമുള്ള പെണ്ണുങ്ങളോട് പരിണയിച്ച് ഇണചേർന്ന് ഈ നാട്ടിൽ ജീവിതവും ആവാസവും ഉറപ്പിച്ച് സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ച് നമ്മൾ ആരും പഠിച്ചില്ല. ഇങ്ങനെ വന്നവർ നമ്മുടെ നാടിന്റെ സങ്കരമായിട്ടുള്ള സംസ്കാരത്തിലേക്ക് ഇടകലർന്ന് ജീവിച്ചെടുത്തുന്നു തുടങ്ങിയിട്ട് 4635 ജാതികളിലേക്ക് എഴുതി കണക്ക് കൂട്ടി നിൽക്കുന്ന ബഹുസ്വരതയുടെ ഒരു വലിയ സംസ്കാരത്തിന്റെ ഇടമാക്കിയിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ വളർന്നു വന്നു എന്നുള്ളിടത്താണ് നമ്മളുടെ ജാതിയുടെ ആവിർഭാവം നിൽക്കുന്നത്. ഇവിടെ വിദ്യയും ബുദ്ധിയും കൈവച്ചവൻ ബ്രാഹ്മണനായി. ഇവിടെ താൻ നിൽക്കുന്ന രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി സമരം ചെയ്യാൻ പറ്റുന്ന കായിക ശേഷി ഉണ്ടായിരുന്നവൻ ആ രാജ്യത്തിന്റെ അധിപനായി, സംരക്ഷകനായി. കുറച്ച് കൗശലത്തോടെയൊക്കെ നാട്ടിലെ കുറച്ച് പച്ചക്കറികളും പിന്നീട് വന്ന നല്ല നാണ്യ സംഭാവനകൾ ചെയ്തുകൊണ്ടിരുന്ന സുഗന്ധദ്രവ്യങ്ങളും ഏലവും കുരുമുളകും കാപ്പിയും ഒക്കെ അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടും കച്ചവട കൗശലം ഉണ്ടായിരുന്നവരൊക്കെ നമ്മൾ വൈശ്യഗണത്തിൽപ്പെടുത്തി അവിടെയായി. താരതമ്യേന കഴിവില്ലാത്തവർ, ആരോഗ്യമില്ലാത്തവർ, വൈഭവമില്ലാത്തവർ ഒക്കെ നാട്ടിലെ ഏറ്റവും താഴെ അധസ്ഥിതൻ, അടിമകൾ, അധീശത്തെ ഒബേ ചെയ്ത് അനുസരിച്ചൊക്കെ നിൽക്കേണ്ടവൻ ശൂദ്രന്റെ പണി ചെയ്തുകൊണ്ട് തുടങ്ങി. ഇനി അതിനും താഴെ പൊന്തകളിലും നുഴഞ്ഞു നടന്നവൻ,
ആരും കാണാതെ നടന്നവൻ, കണ്ടാൽ പോലും ദോഷമുള്ളവനായിട്ടുണ്ടായിരുന്ന അന്ത്യജന്മങ്ങൾ വേറെയും ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് പിന്നീട് തൊഴിൽ വിഭജനങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ച് നമ്മളുടെ ചാതുർവർണ്ണയത്തിലേക്ക് എത്തുകയും അതിനെല്ലാം മേലെ പിന്നീട് ആര്യ സംസ്കാരത്തിന്റെ വരവോടുകൂടി ബ്രാഹ്മണിക്കലായിട്ടുള്ള അനുശാസനങ്ങൾ ഉണ്ടാവുകയും ആ അനുശാസനങ്ങളുടെ ചരിത്രത്തിലേക്കൊക്കെ നമ്മൾക്ക് അറിയാം, കുറെ കാര്യങ്ങൾ അറിയാം. ഈ അനുശാസനങ്ങൾ ഓരോ വികാരങ്ങളായി, മതവികാരങ്ങളായി, വർഗീയതയായി ഇന്ന് ഒന്നിച്ചൊരുപോലെ ഇടകലർന്ന അടുത്ത വാർഷികത്തിന് ഈ കസേരകളിൽ നമ്മൾ ഇരിക്കാൻ പറ്റുമോ എന്നൊരു വലിയ ചോദ്യം നമ്മളുടെ ഇടയിൽ നിർത്തിക്കൊണ്ട് ഓരോരുത്തരെയും വിഘടനത്തിന്റെ ഓരോ കളങ്ങളിലേക്ക് വേർതിരിച്ചു നിർത്തുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഫാസിസ്റ്റുകളാക്കി മാറ്റുന്ന സാമൂഹ്യ ഘടനയിലേക്ക് നമ്മൾ വന്ന് നിൽക്കുകയാണ്. ഞാനും ഒരു ഫാസിസ്റ്റ് ആണ്, എന്റെ ചിന്താഗതിയിൽ ഞാനും ഒരു ഫാസിസ്റ്റ് ആണ് എന്ന് ഒളിച്ചെങ്കിലും പറയേണ്ടി വരുന്ന, ആരും കേൾക്കാതെ സ്വകാര്യമായ നമ്മളുടെ ഹൃദയത്തോട് നമ്മൾ മന്ത്രിച്ചു പോകുന്ന അത്രയും പുറത്തുള്ള കച്ചവടങ്ങൾ, പുറത്തുള്ള മതാധികാരങ്ങൾ, പുറത്തുള്ള ആചാരങ്ങൾ, അതിന്റെ ചൂഷണങ്ങൾ, അതിന്റെ സ്ഥാപനവൽക്കരണങ്ങൾ, ഇതെല്ലാം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ വേദിയിൽ ഇരിക്കുമ്പോ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ധവിശ്വാസവും അനാചാരവും പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പറയുമല്ലോ അല്ലേ? ഈ അന്ധവിശ്വാസവും അനാചാരത്തിലേക്ക് ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒന്ന് പറഞ്ഞു വെച്ചത്. നമ്മൾ ആരൊക്കെയുണ്ട് ഈ ഒരു അടിത്തറയിൽ നിന്നിട്ട് അന്ധവിശ്വാസി അല്ലാതെ ആരൊക്കെയുണ്ട്? ഞാനൊരു അന്ധവിശ്വാസി അല്ല എന്ന് പറയാൻ ഇവിടെ ആരൊക്കെയുണ്ട്? ഇന്ന് നമ്മൾ കാണുന്ന വർഗീയത അല്ലെ നമ്മൾ കാണുന്ന മതം, അതാണോ നമ്മളുടെ സ്പിരിച്വാലിറ്റി, നമ്മളുടെ ആത്മീയത? നമ്മൾ വിശ്വസിക്കുന്ന ഇങ്ങനെ സ്വകാര്യമായിട്ട് നെഞ്ചിൽ വെച്ചുകൊണ്ട് ആശ്വസിക്കാൻ വേണ്ടി കണ്ണടച്ചിരുന്നുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിന്റെ താളം ക്രമീകരിച്ചുകൊണ്ട് ബിപിയിലോ ആശങ്കകളിലോ വേദനകളിലോ കഷ്ടപ്പാടുകളിലോ അതിവേഗം ഇടിക്കുന്ന നമ്മളുടെ ഹൃദയത്തിനെ ഇങ്ങനെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് എന്റെ ഭഗവാനെ എന്ന് നമ്മളിങ്ങനെ അറിഞ്ഞു വിളിക്കുന്നിടത്ത് നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന ഏതെങ്കിലും ദൈവങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ആ എന്താ പറയാ, കുംഭമേളയില് ഇത്രയും പേര് മരിക്കുമോ? ഇത്രയും വർഷം, എത്ര വർഷത്തിനിടയില? അതെല്ലാവർക്കും അറിയാം. 140 മഹാകുംഭമേളയാണ് നടന്നത്. വെറും കുംഭമേളയല്ല, മഹാകുംഭമേളയാണ് നടന്നത്. 140 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ മഹാവിശ്വാസങ്ങളുമായി ഓടിക്കയറിയിട്ട് ചവിട്ടി അരക്കപ്പെട്ട് മരിച്ചുപോയ മനുഷ്യർ, അത് മോക്ഷാണല്ലോ അല്ലേ? മോക്ഷം കിട്ടാൻ വേണ്ടി പോയവരല്ലേ നമ്മൾ അങ്ങനെയും ന്യായീകരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മോക്ഷം കിട്ടാൻ വേണ്ടി നരേന്ദ്രമോദി എന്താ മുഴുവൻ അങ്ങ് മുങ്ങാത്തെ? പോയി പുള്ളിയുടെ താടിയും തലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, മുടി ചീവി വെച്ചേക്കുന്നത് പോലും ഒന്ന് അലങ്കോലപ്പെടാതെ കഴുത്തറ്റം ഒന്ന് തൊട്ട് ആ ജലത്തിലേക്ക് എന്തിനാ ഇറങ്ങി വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഈ അമേരിക്കയിൽ നിന്ന് ജനങ്ങളെ കയ്യും കാലം കെട്ടിവിട്ട് ഇത്ര അന്തസ്സില്ലാതെ പോയി ഇറങ്ങി എന്ന് പറഞ്ഞ് പുറംകാലം കൊണ്ട് ചവിട്ടി ഇന്ത്യയിലെ സാധാരണക്കാരെ പൗരന്മാരെ ഇങ്ങോട്ട് അടിച്ച് താഴ്ത്തി വിട്ടപ്പോ അതിനെതിരെ ചോദിക്കാൻ വേണ്ടി അന്തസ്സായിട്ട് ഉയർന്നു നിൽക്കാൻ എനിക്ക് ഇത്തിരി ആത്മാഭിമാനം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്ക് ആ വെള്ളത്തിൽ പോയി മുങ്ങാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് ഞാൻ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അല്ല എന്ന് തോന്നിയോ? അഥവാ ഈ മഹാകുംഭമേളയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് തോന്നിയോ? ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊരു രഹസ്യം പറയാട്ടോ, പതുക്കെ പറയല്ലേ, വലിയ ഒരുപാട് പേരൊന്നും കേൾക്കണ്ട. ഒരുപാട് പേര് കേട്ടാ പിന്നെ അടുത്ത സൈബർ ആക്രമണം തുടങ്ങും. ഒരു വർഷമായിട്ട് തുടങ്ങിയ സൈബർ ആക്രമണം ഇതുവരെ എന്റെ പുറകിൽ നിന്ന് മാറിയിട്ടില്ല. ഇനി അതിന് മൂർച്ച കൂട്ടുണ്ടല്ലോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദുരന്തം, ഇന്ന് ഇന്ത്യ മഹാരാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം
ഇന്ത്യ ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പാർട്ടികളിൽപ്പെട്ട ആൾക്കാരുടെ നാസ്തികതയാണ്, ദൈവവിശ്വാസമില്ലായ്മയാണ്. BJP RSS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശ്വരനെ മുൻനിർത്തി, രാമരാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാ ശ്രീരാമനെ മുൻനിർത്തി, കപട ശ്രീരാമനെ മുൻനിർത്തി, രാമരാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ വർഗീയതയ്ക്ക് കുടപിടിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്ര, ഹിന്ദുത്വം പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഏറ്റവും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും കപട കച്ചവടക്കാരായിരിക്കുന്ന ഇന്ത്യയുടെ ഭരണാധികാരികളുടെ നാസ്തികതയാണ് ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. നമ്മളെല്ലാവരും ഈശ്വരവിശ്വാസമുള്ള ആൾക്കാരാണ്. ഞാനും ഈശ്വരവിശ്വാസിയാണ്. ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരിയാണ്. എന്റെ ജീവിതത്തിന്റെ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ മാർക്സിയൻ പ്രയോഗമാണെന്ന് എന്നും ചിന്തിക്കുകയും അതിനനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഞാൻ. പക്ഷെ ഈശ്വര വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ഇന്നും വേറെറുത്തു പോകാത്ത ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മളുടെ എല്ലാം കുടുംബങ്ങളിൽ നിന്നു പോകുന്ന ഫ്യൂഡൽ കാഴ്ചപ്പാടുകളുടെ അവശേഷിപ്പുകൾ എന്ന് വിചാരിച്ചാൽ പോലും ഞാൻ അവിടെയും മാർക്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയും, ഈശ്വരനും വിശ്വാസങ്ങളും ഒരു സമൂഹത്തെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തള്ളി പറയേണ്ട. എന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ ആത്മീയതയെ, എന്റെ ചിന്താഗതികളെ, എന്റെ ആശങ്കകളെ, എന്റെ വിഷമങ്ങളെ, എന്റെ സങ്കടങ്ങളെ ചില സമയത്തെങ്കിലും ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടി എന്റെ കുടുംബം ഇന്ന് വരെ അനുവർത്തിച്ചു വന്നിട്ടുള്ള ചില വിശ്വാസങ്ങളിൽ എനിക്ക് നെഞ്ചത്ത് കൈവെക്കുമ്പോൾ ആശ്വാസം തോന്നുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഈശ്വര വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംസ്കാരത്തിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആത്മീയത അതാണെന്ന് പറയുമ്പോൾ ആ ആത്മീയതയിൽ വിശ്വാസമില്ലാതെ കച്ചവട ദൈവങ്ങളെ ഇറക്കിക്കൊണ്ട് കച്ചവടം നടത്തിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കൂട്ടാളികളും ഒരു ഈശ്വര വിശ്വാസിയും അല്ല എന്നുറക്കെ പറയാനുള്ള ബാധ്യത ഈ കോടിക്കണക്കിനായിട്ട് വരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ സർവം സഹയായിട്ടുള്ള ദൈവത്തിനെ വിശ്വസിക്കുന്ന സാധാരണക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എനിക്ക് തുണയായിരിക്കണമേ, എന്റെ വ്യക്തിത്വത്തിന് കൂട്ടായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വിപരീതമായിട്ടുള്ള പണികൾ ചെയ്യുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഈ കച്ചവടം മുഴുവൻ കാണിക്കുന്നത്. അവരുടെ കച്ചവടം നമ്മളെ നന്നാക്കാനല്ല. അവരുടെ കച്ചവടം നമ്മളെ നന്നാക്കാനാണെങ്കിൽ അവർ നടത്തേണ്ടുന്ന രാമപ്രതിഷ്ഠ മഹാത്മജിയുടെ രാമനെയാണ്. അയോധ്യയിലെ അമ്പലത്തിൽ പള്ളി പൊളിച്ചുകൊണ്ട് നിർമ്മിച്ച അയോധ്യയുടെ അമ്പലത്തിൽ അവർ പ്രാണപ്രതിഷ്ഠ നടത്തിയത് ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യത്തിന്റെ ധർമ്മപുത്രനായിരിക്കുന്ന മാതൃകാ പുരുഷോത്തമനായിരിക്കുന്ന ശ്രീരാമനല്ല. ഗാന്ധി അത് വളരെ കൃത്യമായിട്ട് ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ രാമൻ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും രാമനാണ്. എന്റെ രാമരാജ്യം ധർമാധിഷ്ഠിതമായി ഭരിക്കപ്പെടുന്ന ജനാധിപത്യ രാജ്യമാണ്. എന്റെ രാമരാജ്യത്ത് രാമനും റഹീമും ഒന്നാണ്. നരേന്ദ്രമോദിയുടെ രാമരാജ്യത്തെ രാമനും റഹീമും ഒന്നല്ല. നരേന്ദ്രമോദിയുടെ രാമരാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നുകൊണ്ട് റഹീമിനെ മാറ്റി നിർത്തിക്കൊണ്ട് കുറെ രാമന്മാരുടെ യുദ്ധകാഹളം മുഴങ്ങുന്ന അയോധ്യയിൽ രാമപ്രാണ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പം ഇന്ത്യ മഹാരാജ്യത്തെ നോക്കിക്കൊണ്ട് ആയുധമെടുക്കാൻ ഭയപ്പെടുന്ന മറ്റു രാജ്യങ്ങൾ ഉണ്ട് എന്ന് ഗർവോടെ ഉയരെ ഉച്ചത്തിൽ പറഞ്ഞ ഭരണാധികാരികളുടെ നാടാണ്. അത് സ്നേഹത്തിന്റെ നാടല്ല. അത് മാതൃകാ പുരുഷോത്തമനായിരിക്കുന്ന രാമന്റെ നാടല്ല. അത് മനുഷ്യനെ ഒന്നാകെ രാമനെയും റഹീമിനെയും ഒരേപോലെ ചേർത്ത് നിർത്തുന്ന ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും നാടല്ല. അത് വർഗീയത പറഞ്ഞ്, മതം പറഞ്ഞ്, നിറം പറഞ്ഞ്, രുചി പറഞ്ഞ്, വസ്ത്രം നോക്കി ആൾക്കാരെ മാറ്റി മാറ്റി വിഘടിപ്പിച്ചു നിർത്തുന്ന സംസ്കാരത്തിന്റെ രാമരാജ്യമാണ്. അതിനെതിരെ ശബ്ദിക്കേണ്ടത് യഥാർത്ഥ രാമരാജ്യത്തെ പൗരന്മാരാണ്. അതിനെതിരെ ശബ്ദിക്കുന്നു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തത് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എഴുതപ്പെട്ട ഭരണഘടന. ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നത് ഭരണഘടനയാണ്. ഈ വെല്ലുവിളി ഭരണഘടന നേരിടുമ്പോൾ നമുക്ക് ഒരേ ഒരു ചോദ്യമാണ് ആദ്യം ചോദിക്കേണ്ടത്. ഇന്ന് ആ ചോദ്യം ചോദിച്ചു തന്നെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു ചോദ്യം, ഈ ഭരണഘടന ഡൈല്യൂട്ട് ചെയ്യാൻ ഈ ഭരണഘടനയിൽ വെള്ളം ചേർക്കുന്നിടത്ത് ഞാനുണ്ടോ?
ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക് ആയിരിക്കുന്ന എന്റെ ഭരണഘടനയിൽ വെള്ളം ചേർക്കാൻ ഞാനുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഉണ്ടോ? മതനിരപേക്ഷ രാജ്യത്ത് ഞാൻ എത്രമാത്രം മതനിരപേക്ഷമായിട്ടാണ് ജീവിക്കുന്നത്? മതപൗരോഹിത്യത്തിന്റെ കച്ചവടങ്ങൾ നടക്കുന്ന ഈ രാജ്യത്ത് മതപൗരോഹിത്യ കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രമാത്രം പണം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്? അങ്ങനെ നമ്മൾ പണം ചെലവഴിക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് തന്നെയാണ് നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ടിന് പകരം നെയ്യാറ്റിൻകര ഗോപസ്വാമിയുടെ സമാധി കല്ലറ അവിടെ തീരുന്നത്. ആ സമാധി കല്ലറയിൽ കുറെ പണം വീഴും. കുംഭകോണത്തിന് പോയി എന്ന് പറഞ്ഞ് ഫാൻസി ഡ്രസ് ഒക്കെ നടത്തിക്കൊണ്ടുവന്ന കുറെ സ്വാമിമാർ ഗോപന്റെ സമാധിയിലേക്കാണ് ഞാൻ വന്നത് എന്ന് പറയുന്ന രീതിയിലേക്ക് കച്ചവട തന്ത്രങ്ങളുമായി വരുന്നുണ്ട്. മനുഷ്യ ദൈവങ്ങൾ വരുന്നുണ്ട്. എല്ലാം നടക്കുന്ന നമ്മുടെ ചെന്താമരയുടെ പുറകെ പോലും ജ്യോത്സ്യനുണ്ടെന്ന് പറയുന്നുണ്ട്. 2 വയസ്സായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന അമ്മ അത് ചെയ്യാനുള്ള കാരണം, 2 വയസ്സായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലാമെന്ന് അമ്മയും തീരുമാനിച്ച് കൂട്ടുനിൽക്കാനുള്ള കാരണം, അമ്മയുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണം ഈ 2 വയസ്സുകാരി കുഞ്ഞുണ്ടായപ്പോൾ മുതലാണ് കഷ്ടകാലം ഉണ്ടാവുന്നത്, സാമ്പത്തിക നേട്ടം ഇല്ലാതാവുന്നത്. അതുകൊണ്ട് കുഞ്ഞാണ് കഷ്ടകാലം എന്ന് ഏതോ ജ്യോത്സ്യൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അമ്മ എന്ത് ചെയ്യുന്നത്? കിണറ്റിൽ എറിഞ്ഞു കൊല്ലാൻ തയ്യാറാവുന്നത്. എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്ന അവകാശങ്ങളുള്ള, മൗലിക അവകാശമുള്ള, മതാവകാശമുള്ള, വിശ്വാസാവകാശങ്ങളുള്ള നമ്മളുടെ രാജ്യത്ത് ഏതാനും മതങ്ങളുടെ കച്ചവടങ്ങൾ ഈ രീതിയിൽ വളരുന്നത് ആരെ നോക്കിയാണ്, ആരെ കണ്ടാണ്? ഞാൻ പ്രസംഗം ചുരുക്കാൻ പോകുന്നതുകൊണ്ട് മാത്രം പറയണം, 9 മണിയായി, അനവശ്യ സമയമായി. അതുകൊണ്ടാണ്. ആരെ നോക്കിയാണ്? ആരിൽ നിന്നാണ്? നമ്മളിൽ നിന്ന് മാത്രമാണ്. ഏറ്റവും അധികം മാനവികതയുടെ, ജനാധിപത്യത്തിന്റെ തുല്യനീതിയും തുല്യ അവസരങ്ങളും, ജീവിക്കാനുള്ള തുല്യനീതിയും തുല്യ അവസരങ്ങളും സ്നേഹമസൃണമായി ഇന്നും വീടുകൾക്ക് പോലും പറമ്പിന്റെ അതിരിൽ പോലും വേല് കെട്ടാതെ, മതില് കെട്ടാതെ ഇടകലർന്ന് ജീവിക്കുന്ന മലബാറിലേക്ക് പോലും ഉണ്ടാകുന്ന ഇത്തരം കയ്യേറ്റങ്ങൾ, നുഴഞ്ഞു കയറ്റങ്ങൾ, മതാധിപത്യ നുഴഞ്ഞു കയറ്റങ്ങൾ, വിശ്വാസ ആചാര പ്രമാണങ്ങളുടെ, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരത്തിലൂടെയും കച്ചവടം സ്ഥാപിക്കുന്ന രീതിയിലുള്ള നുഴഞ്ഞു കയറ്റങ്ങൾ നമ്മളുടെ വേലയ്ക്ക് അപ്പുറം വരെ വന്നു നിൽക്കുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ആന്റി ഫാസിസം എന്നുള്ളത്, ഈ ഫാസിസം മനുഷ്യത്വത്തിന് മേലെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റുന്നത്, അല്ലെ കാണാൻ പറ്റുന്നത്. ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ മാത്രം കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഗുരു പറഞ്ഞത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരുടെ ഗുണത്തിനായി വരേണം. ആരാണ് ഫാസിസ്റ്റ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ആരാണ് ഫാസിസ്റ്റ് എന്ന ചോദ്യത്തിന് ഈ ഒരു ഗുരു പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം എടുത്താൽ മതി. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അവനവനും അപരനും തമ്മിലുള്ള ഏറ്റവും ഇടകലർന്നിട്ടുള്ള അദ്വൈത സിദ്ധാന്തത്തിലൂടെ പരസ്പര കൈകോഴക്കൽ, അല്ലെങ്കിൽ അപരൻ തന്നെയാണ് ഞാൻ തന്നെയാണ് അപരൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന സ്നേഹമായ ആശ്ലേഷത്തിന് പകരം എന്നിൽ അപരൻ എന്ന് പറയുന്ന ഒരു ഭാവത്തിന് ഞാൻ എന്ന് പറയുന്ന സ്നേഹത്തിന്റെ ബോണ്ട് ഇല്ലാതിരിക്കുന്നവൻ ആരോ അവനാണ് ഫാസിസ്റ്റ്. എന്നിൽ അപരൻ എന്ന് പറയുന്ന ആളോട് സ്വാമി ഗുരു പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ലോകാനുരാഗം എന്ന് പറയുന്നത് അപരപ്രിയത്വമാണെന്നാണ്. അപരപ്രിയത്വം ലോകാനുരാഗം എന്നാണ്. ഈ അപരപ്രിയത്വം ഇല്ലാതിരിക്കുന്നവൻ ആരോ അവനാണ് ഫാസിസ്റ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മൾ എത്രമാത്രം അപരപ്രിയത്വം ഉണ്ട് എന്ന് നോക്കുക. നമ്മൾ എത്രമാത്രം കച്ചവട ഉപഭോക്താവുണ്ട് എന്ന് നോക്കുക. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ നിൽക്കുന്ന കച്ചവട താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കച്ചവടത്തിലെ വർഗീയ ഫാസിസ്റ്റുകൾക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി എത്രയധികം സ്വാർത്ഥമായ താല്പര്യങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ട് എന്ന് നോക്കുക. അങ്ങനെ ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഭരണഘടനയ്ക്ക് വെല്ലുവിളിയാണ്.
നമ്മൾ ഓരോരുത്തരും ഭരണഘടനയിൽ വെള്ളം ചേർക്കുന്നവരാണ്. തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക നയരേഖയായിരിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന, അതിലെ കർത്തവ്യമായിരിക്കുന്ന ആർട്ടിക്കിൾ 51A പറയുന്ന സയന്റിഫിക് ടെമ്പർ, ശാസ്ത്ര അവബോധം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളിലേക്ക് വളരാൻ ഈ AI കാലഘട്ടത്തിൽ പറ്റട്ടെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെയും നമ്മളെയും ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നിയന്ത്രണം കൊണ്ട് ലോകത്തിനെ ഇനിയും വികസനത്തിന്റെ ഏറ്റവും ഉയരെ 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 പ്രഖ്യാപിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നവവൈജ്ഞാനിക കേരളത്തിന്റെ വളർച്ചയിൽ ഏത് രീതിയിലാണ് നമ്മൾ പങ്കാളികളാവുന്നത്, ഏറ്റവും വലിയ സമര ഭടന്മാരാവുന്നത്. ഈ ഏറ്റവും അന്തസ്സോടെ പറയാം, 2025 നമ്മൾ ആന്റിഫ പറയുമ്പോൾ 2025 നവംബർ 1-ാം തീയതി അതിദരിദ്രതയില്ലാത്ത കേരളം എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെയാണ് അത് പ്രഖ്യാപിക്കുന്നത് ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ഏറ്റവും സമർത്ഥമായിട്ട് രീതിയിലുള്ള മാർക്സിസത്തിന്റെ പ്രയോഗത്തിലൂടെ മാത്രമാണ് നമ്മുടെ നാട് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്, പട്ടിണിക്ക് അറുതി വരുത്താൻ പോകുന്നത്. അതൊരു പ്രത്യയശാസ്ത്ര പ്രയോഗം തന്നെയാണ്. ആ പ്രത്യയശാസ്ത്ര പ്രയോഗങ്ങളെ ഏറ്റവും മാനുഷിക ഭാവങ്ങളോടുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇനിയും ഈ നാട് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോഗങ്ങളിലേക്ക് ഉയരെ 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 വികസിക്കാനുള്ളതാണ്. അവിടെ ഏറ്റവും വലിയ സമര പോരാളിയായി, ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയായി ഞാനുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഈ വായനശാലയുടെ ഓരോ അക്ഷരങ്ങളിലൂടെയും ജീവിക്കുന്ന, ഓരോ സംസ്കാര ഇടവഴികളിലൂടെയും പടർന്നു കയറി ജീവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ. അതിനുള്ള നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ഫാസിസ്റ്റും കടന്നു വരാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. തീർച്ചയായിട്ടും ഈ സമയമില്ലാത്തതിന്റെ ഒരു വലിയ പ്രശ്നം എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട് എന്നറിയാം. അതിന്റെ ഒരു അപൂർണത എന്റെ വാക്കുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുള്ളത് ഞാൻ രഹസ്യമായി സൂചിപ്പിക്കുകയാണ്. നന്ദി. ഞങ്ങളുടെ ഗ്രാമപ്രദേശമായ ചെറുകുളത്തൂരിന്റെ സാംസ്കാരിക കൂട്ടായ്മയുടെ ആദ്യ ദിനമാണ് കടന്നുപോയത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.